ജുജുത്സു കൈസനെ കുറിച്ചുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് നോക്കാം. ജുജുത്സു കൈസൻ ആദ്യം ഒരു വൺ ഷോട്ട് മാങ്ക ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് പോപ്പുലർ ആയതുകൊണ്ട് മാത്രമാണ് ഇന്ന് കാണുന്ന കഥയിലോട്ട് മാറ്റിയെടുത്തത്. ആ കഥയാണ് പിന്നീട് ജുജുത്സു കൈസൻ സീറോ ആയിട്ട് ഇറങ്ങിയത്. ഇതിനാദ്യം പേരിട്ടിരുന്നത് ടോക്കിയോ മെട്രോപൊളിറ്റൻ കേഴ്സ് ടെക്നിക്കൽ സ്കൂൾ എന്നായിരുന്നു. ജുജുത്സു കൈസനിലെ ഏറ്റവും പവർഫുൾ ക്യാരക്ടർ ആയിട്ടാണ് ഗോജോയെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് ഇതിന്റെ ക്രിയേറ്റർ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ക്യാരക്ടറായി മാറി ഗോജോ. ഗോജോ ആദ്യം കണ്ണ് മറച്ചിരുന്നത് ഒരു ബാൻഡേജ് ഉപയോഗിച്ചിട്ടാണ്. പിന്നീട് ഒരു കറുത്ത തുണി ഉപയോഗിച്ച് മറയ്ക്കാൻ തുടങ്ങി. ബാൻഡേജ് എപ്പോഴും വരയ്ക്കാൻ പാടായതുകൊണ്ടാണ് അതിനെ മാറ്റിയത്. യൂജി കഥയുടെ തുടക്കത്തിൽ തന്നെ മരിക്കുന്നുണ്ട്. ഇതൊരു പെർമനന്റ് ഡെത്ത് ആയിട്ടാണ് ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ആ ക്യാരക്ടർ കുറച്ച് പോപ്പുലറായി വന്നതുകൊണ്ടാണ് അവന് തിരിച്ചു കൊണ്ടുവന്നത്. സെക്കൻഡ് സീസണിൽ കുട്ടി ഗോജോ ഒറ്റയ്ക്ക് റോഡിലൂടെ നടന്നു പോകുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതവൻ വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങി പോയതാണ്. പൊതുവെ എല്ലാ മാങ്കയുടെയും ഫസ്റ്റ് ചാപ്റ്ററിന് അതിന്റെ മെയിൻ ക്യാരക്ടറിന്റെ പേരാണ് ഇടാറുള്ളത്. ഇതിന്റെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് റിയോമെൻ സുഗുണ എന്നാണ്. സുഗുണയുടെ ശരീരത്തിലുള്ള ടാറ്റു സ്റ്റൈലിന് വേണ്ടി ഇട്ടിട്ടുള്ളതല്ല. അത് പഴയ കാലത്ത് ക്രിമിനൽസിന് ശിക്ഷയെ കൊടുത്തിരുന്ന ബ്രാൻഡിംഗ് ആണ്. എല്ലാവരും വിചാരിക്കുന്നത് പോലെ കക്കാഷിയിൽ നിന്നല്ല ഗോജോയുടെ ലുക്ക് എടുത്തിട്ടുള്ളത്. നറൂട്ടോയിൽ തന്നെയുള്ള ടോബിറ്റാക്കി ടോൻബോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഗോജോയുടെ ലുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്.